അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അബ്സോർപ്ഷൻ ബൈ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ചാണ് പറയുന്നത്. അബ്സോർപ്ഷൻ ബൈ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇങ്ങനെ വെതർ ചെയ്ത് വന്ന ഫോസ്ഫറസ്, ദ ഫോസ്ഫേറ്റ് സോൾട്സ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ അബ്സോർബ്ഡ് ബൈ ദ പ്ലാന്റ്സ്. ഈ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള എല്ലാം തന്നെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും. The phosphates then move from plants to animals when herbivores eat plants and carnivores eat plants or other herbivores. അപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റ്സ് ഫോസ്ഫേറ്റ് സോൾട്സ് അബ്സോർബ് ചെയ്യും. ഈ പ്ലാന്റ്സിനെ തിന്നുന്ന അതർ ആനിമൽസിലോട്ട് ഈ ഫോസ്ഫേറ്റ് എത്തുന്നു. അങ്ങനെ ആനിമൽസിനെ തിന്നുന്ന കാർണിവോഴ്സിലോട്ട് ഈ ഫോസ്ഫേറ്റ് എത്തിച്ചേരുന്നു. അങ്ങനെയാണ് പ്ലാന്റ്സും ആനിമൽസിലും ഫോസ്ഫേറ്റ് എത്തിച്ചേരുന്നത്. ഇനി അടുത്തത് റിട്ടേൺ ഓഫ് ഫോസ്ഫറസ് ബാക്ക് ടു ദ എക്കോസിസ്റ്റം. വളരെ സിമ്പിളാണ്. റോക്സിൽ നിന്ന് സോയിലിലെത്തി, സോയിലിൽ നിന്ന് വാട്ടറിലെത്തി, ഈ വാട്ടറിൽ നിന്ന് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തു. പ്ലാന്റ്സ് തിന്നുന്ന ആനിമൽസിലേക്ക് അല്ലെങ്കിൽ ആ ആനിമൽസിനെ തിന്നുന്ന അതർ ആനിമൽസിലേക്ക് ഈ ഫോസ്ഫേറ്റ് എത്തുകയാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഫോസ്ഫറസ് ബാക്ക് ടു എക്കോസിസ്റ്റം എങ്ങനെയായിരിക്കും എത്തുക? ഈ ഫോസ്ഫറസ് കണ്ടെയ്നിങ് ലിവിങ് ഓർഗാനിസംസ് ഡൈ ആൻഡ് ഡീകേ ചെയ്യുമ്പോൾ ദീസ് ഫോസ്ഫറസ് ഈസ് റിട്ടേൺ ബാക്ക് ടു ദ എക്കോസിസ്റ്റം. When the plants and animals die, they are decomposed by microorganisms. During this process, the organic form of phosphorus is converted into the inorganic form, which is recycled to the soil and water. അപ്പോൾ ഇനോർഗാനിക് ആയിരുന്നു റോക്കിൽ നിന്ന് കിട്ടിയത്, അത് ഓർഗാനിക്കായി മാറി. ആ ഓർഗാനിക്കിനെ വീണ്ടും ഇനോർഗാനിക് ആക്കി മാറ്റുകയാണ്. Soil and water will end up in sediments and rocks. The phosphorus in soil and water will end up in sediments and rocks, which will again release phosphorus by weathering. ഇങ്ങനെ സോയിലിലും വാട്ടറിലും എത്തുന്ന ഫോസ്ഫറസ് വീണ്ടും സെഡിമെന്റ് ചെയ്യുമ്പോൾ റോക്സിലെത്തുകയാണ്. അങ്ങനെ ഫോസ്ഫറസ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടേക്ക് തന്നെ എത്തിച്ചേരുന്നു. ദസ് ദ ഫോസ്ഫറസ് സൈക്കിൾ സ്റ്റാർട്ട്സ് ഓവർ. അപ്പം ഇത്രയും ഒരു സിമ്പിൾ സൈക്കിളാണ്. ഫോസ്ഫറസ് റോക്കിൽ നിന്ന് സോയിലിലേക്കും സോയിലിൽ നിന്ന് വാട്ടറിലേക്കും എത്തുന്നു. അവിടെ നിന്ന് പ്ലാന്റ്സ് ടേക്കപ്പ് ചെയ്യുന്നു. പ്ലാന്റ്സിൻ്റെ ടിഷ്യൂസിൽ ഫോസ്ഫറസ് ഉണ്ടാവുന്നു. ആ ഫോസ്ഫറസ് ആനിമൽ ടിഷ്യൂയിലേക്ക് എത്തുന്നു. ഈ പ്ലാന്റ്സും ആനിമൽസും ഡൈ ആൻഡ് ഡീകേ ചെയ്യുമ്പോൾ അത് തിരിച്ച് സോയിലിലേക്ക് എത്തുന്നു. ആ സോയിൽ സെഡിമെന്റ് ചെയ്യുമ്പോൾ വീണ്ടും ഫോസ്ഫറസ് റോക്കായി മാറുന്നു. അപ്പോൾ ഇത്രയും സിമ്പിൾ ഒരു സൈക്കിളാണ് ഫോസ്ഫറസ് സൈക്കിൾ. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഫോസ്ഫറസ് സൈക്കിളിനെ ഒരുപാട് ഹ്യൂമൻ ഇമ്പാക്റ്റ് കൊണ്ട് അഫക്റ്റഡ് ആകുന്നുണ്ട്. ഫോസ്ഫറസ് സൈക്കിൾ ഈസ് അഫക്റ്റഡ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് യൂസ് ഓഫ് ഫെർട്ടിലൈസർ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് പ്രോഡക്ട്സ്, ആർട്ടിഫിഷ്യൽ യൂട്രോഫിക്കേഷൻ. ഫെർട്ടിലൈസേഴ്സ് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടാനായിട്ട് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് കണ്ടെയ്നിങ് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സോയിലിലെ ഫോസ്ഫറസിൻ്റെ എമൗണ്ട് സാധാരണ നാച്ചുറലി ഒക്കറിങ് അളവിനേക്കാൾ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറ്റുക? ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ മാറുകയാണ്. ഇങ്ങനെ സോയിലെത്തുന്ന ഫെർട്ടിലൈസേഴ്സ് മഴ പെയ്യുമ്പോഴും റിവേഴ്സ് ഓവർഫ്ലോ ചെയ്യുമ്പോഴും ഒക്കെ ഈ ഫെർട്ടിലൈസർ സോയിലിൽ നിന്ന് വാട്ടർ ബോഡീസിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ വാട്ടർ ബോഡീസിൽ ഫോസ്ഫറസിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? യൂട്രോഫിക്കേഷൻ, ആർട്ടിഫിഷ്യൽ യൂട്രോഫിക്കേഷൻ, നോർമലി ഉണ്ടാവാത്ത ഒരു യൂട്രോഫിക്കേഷൻ. യൂട്രോഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആൽഗൽ ബ്ലൂം അല്ലേ? ഈ ഫെർട്ടിലൈസർ വാട്ടർ ബോഡീസിലെത്തുമ്പോൾ വാട്ടർ ബോഡീസിലുള്ള പ്ലാന്റ്സ് ഈ ഫെർട്ടിലൈസേഴ്സ് ടേക്കപ്പ് ചെയ്ത് അതിൻ്റെ ഗ്രോത്ത് ക്രമാതീതമായിട്ട് കൂടുകയാണ്. അന്നേരം എന്ത് പറ്റും? ഒരു ഭയങ്കര ആൽഗൽ ബ്ലൂം ഉണ്ടാകും. ഇപ്പം അതുകൊണ്ട് എന്താ ദോഷം? ആ ആൽഗൽ ബ്ലൂം വാട്ടറിലുള്ള ഓക്സിജൻ വലിച്ചെടുക്കും. വാട്ടറിലുള്ള മറ്റ് ജീവികൾക്ക് ഓക്സിജൻ കിട്ടാതെയാകും. അപ്പം എന്ത് പറ്റും? വാട്ടറിലുള്ള മീനുകളും അതുപോലത്തെ അക്വാട്ടിക് ആനിമൽസ്
ചത്തൊടുങ്ങും. അപ്പോൾ ഇതിനെയാണ് ആർട്ടിഫിഷ്യൽ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോസ്ഫറസ് സൈക്കിള് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് കൊണ്ട് വളരെയധികം അഫക്റ്റഡ് ആവുന്നുണ്ട്. ദ ഫോസ്ഫറസ് ഫെർട്ടിലൈസേഴ്സ് ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഫോസ്ഫറസ് ഇൻ ദ സോയിൽ. Overuse of these fertilizers reduce the fertility of the soil and is also harmful to the microorganisms present in the soil. അവർക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ ഫോസ്ഫറസ് എത്തുമ്പോൾ മൈക്രോ ഓർഗാനിസത്തിന് ഹാംഫുൾ ആണ്. When these are washed away into the nearby water bodies, they cause artificial eutrophication and cause hazards to aquatic life. ഇപ്പോൾ ഫോസ്ഫറസ് സൈക്കിൾ, സിമ്പിൾ ആയിട്ടുള്ള ഫോസ്ഫറസ് സൈക്കിളിനെ ഹ്യൂമൻ ഇമ്പാക്റ്റ് കൊണ്ട് അഫക്റ്റഡ് ആവുന്നുണ്ട്. ഈ ഫോസ്ഫറസ് സൈക്കിളിനെ നമുക്കൊരു ഫ്ലോ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്താൽ ഫോസ്ഫറസ് മിനറൽസ് ഇൻ റോക്സ് അത് വെതർ ചെയ്യുമ്പോൾ എന്ത് പറ്റും, സോയിലിൽ ഒരു സൊല്യൂഷനായിട്ട് മാറുവാണ്. ഈ സോയിലുള്ളത് എന്ത് ചെയ്യും, പ്ലാന്റ്സ് ടേക്കപ്പ് ചെയ്ത് ഇതിനെയാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ്. പ്ലാന്റ്സ് ടേക്കപ്പ് ചെയ്യും. അതേപോലെ തന്നെ കുറച്ച് സോയിൽ സൊല്യൂഷൻ വെള്ളത്തിൽ കൂടെ വെള്ളത്തിൽ വാഷ് ഓഫ് ആയിട്ട് സെഡിമെന്റ് ചെയ്യും. ഇങ്ങനെ പ്രൊഡ്യൂസേഴ്സ് ടേക്കപ്പ് ചെയ്ത ഫോസ്ഫറസ് കൺസ്യൂമേഴ്സ് എടുക്കും. ഈ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചത്ത് ഒടുങ്ങുമ്പോൾ മാത്രമല്ല, അത് ഡീകേ ചെയ്യുമ്പോൾ, കൺസ്യൂമേഴ്സിന്റെ കേസിൽ എക്സ്ക്രീഷൻ നടക്കുമ്പോൾ ഡെട്രിറ്റസ് വേസ്റ്റ് പ്രോഡക്ട്സ് ആയിട്ട് മാറുകയാണ്. പ്രൊഡ്യൂസേഴ്സിന്റെയും കൺസ്യൂമേഴ്സിന്റെയും വേസ്റ്റ് അത് ഡീകേ ചെയ്യുമ്പോഴുള്ളതുകൊണ്ട് എക്സ്ക്രീറ്റ് ചെയ്യുമ്പോഴുള്ളതുണ്ട്. ഇത് രണ്ടും എന്തായി അവസാനം ഡീകമ്പോസ് ചെയ്യുമ്പോഴത്തേനും വീണ്ടും ഫോസ്ഫറസ് ആയിട്ട് മാറുകയാണ്. ഈ ഫോസ്ഫേറ്റ്സ് ആയിട്ട് സോയിലിൽ എത്തുകയാണ്. ഈ ഫോസ്ഫേറ്റ് സോയിലിൽ എത്തുന്നത് എന്താ ഈ റൺ ഓഫ് ചെയ്ത് എവിടെ എത്തും, സീയിലെത്തും. സീയിൽ എത്തിക്കഴിഞ്ഞാൽ അത് സെഡിമെന്റ് ചെയ്യും. ഈ സെഡിമെന്റ്സ് വീണ്ടും റോക്കായിട്ട് മാറും. അപ്പോൾ ദിസ് ഇസ് ദ ഫ്ലോ ഡയഗ്രാം ഫോർ ഫോസ്ഫറസ് സൈക്കിൾ. അപ്പോൾ ഇതൊരു സിമ്പിൾ സൈക്കിളാണ് ഫോസ്ഫറസ് സൈക്കിൾ. ഇത്രയും കാര്യങ്ങളെ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്.